തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ പ്രഖ്യാപിച്ചു. 3 തെരഞ്ഞെടുപ്പിന് ശേഷം NCP നേതാവും മന്ത്രിയുമായ AK ശശീന്ദ്രന് ക്ലോക്ക് ചിഹ്നം നഷ്ടമായി. ഗ്ലാസ് ചോദിച്ച അഹമ്മദ് ദേവർകോവിലിന് കിട്ടിയത് ബക്കറ്റാണ്. PV അൻവറിന് ഗ്യാസ് സിലിണ്ടറാണ് ചിഹ്നം. KK രമയ്ക്ക് ഫുട്ബോൾ നഷ്ടമായതിന് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് RMB. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു. മാത്രമല്ല ഇന്ന് ഈ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിച്ച് നൽകുന്ന ഒരു ദിവസം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഈ മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസിന് ഒരു അപരൻ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മണ്ഡലത്തിലെ തന്നെ UDF-ന്റെ മുസ്ലിം ലീഗിന്റെ ഒക്കെ തന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറിന് 3 അപരന്മാർ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കോഴിക്കോട് എലത്തൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള AK ശശീന്ദ്രൻ മുൻപ് പലതവണയായിട്ട് AK ശശീന്ദ്രൻ 3 തെരഞ്ഞെടുപ്പിന് ശേഷം AK ശശീന്ദ്രന് ക്ലോക്ക് നഷ്ടമായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലായിട്ടുള്ള നോർത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിലവിലെ MLA കൂടിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിൽ ചോദിച്ചത് ഗ്ലാസ് ചിഹ്നമായിരുന്നു ചോദിച്ചിരുന്നത്. പക്ഷേ കിട്ടിയത് ബക്കറ്റാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് പല സ്ഥാനാർത്ഥികളും ചോദിച്ച ചിഹ്നം അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ചിഹ്നമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള G സുധാകരന് ലഭിച്ചിരിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് തെങ്ങിൻ തോട്ടമാണ് എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇന്ന് സ്ഥാനാർത്ഥി സംബന്ധിച്ച ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത. പലരും പല ചിഹ്നവും ചോദിച്ചു, പക്ഷെ ചോദിച്ച ചിഹ്നം ഒന്നുമല്ല കിട്ടിയത് എന്നുള്ളതാണ്. എന്തായാലും കിട്ടിയ ചിഹ്നം കൊണ്ട് തൃപ്തിപ്പെടുകയെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിവർത്തിയുള്ളൂ. ശരി അനഘ.